ഹലോ, എന്നെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് എൻ്റെ ഒരു കൊളീഗ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്, 60ാമത്തെ ബർത്ത്ഡേ. അപ്പോൾ ഞാനിങ്ങനെ എന്ത് കൊടുക്കും എന്ന് ആലോചിച്ച് അവസാനം വൈൻ ബോട്ടിൽ ഫിക്സ് ചെയ്തു. അപ്പോൾ എൻ്റേതായ രീതിയിൽ ഞാനത് ഇങ്ങനെ കവറൊക്കെ ചെയ്ത് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തത്. അങ്ങനെ ഞാൻ അവരുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ തന്നെ കണ്ടത് നല്ലൊരു ഭംഗിയുള്ള അക്വേറിയം ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവരുടെ ഗാർഡൻ അയ്യോ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇത് ബട്ടർനട്ടാണ്, നമ്മുടെ പംകിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ മുരിങ്ങയിലയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ചെന്നപ്പോൾ ഇതിനെ കവർ ചെയ്തിട്ടേച്ച്. അപ്പോൾ ഈ ഫിലിപ്പീനോസ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു ഫുഡ് ഐറ്റം ഉണ്ടാകും അവരുടെ. അതായത് ഒരു ഹോൾ പിഗാണുള്ളത്. സാലഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് ഈ ഒരു ഗെയിം നമ്മുടെ നാട്ടിലെ ഉറിയടി പോലത്തെ തന്നെ, ഇതിൻ്റെ അകത്ത് പക്ഷേ ചോക്ലേറ്റ്സ് ആണ് ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും അടിക്കുന്നത് കണ്ടപ്പോഴേക്കും എനിക്കൊരു ക്യൂരിയോസിറ്റി, പിന്നെ അവരും പറഞ്ഞപ്പോഴേക്കും പിന്നെ വൈ നോട്ട് എന്ന് പറഞ്ഞ് ഞാനും പോയി അടിച്ചായിരുന്നു. പക്ഷേ ആദ്യത്തെ ഒന്നും എനിക്ക് കിട്ടിയില്ല, പിന്നെ ഫൈനലി അടിക്കാൻ കിട്ടി. അങ്ങനെ അത് അടിച്ച് നമ്മൾ താഴെ ഇട്ട് കഴിയുമ്പോൾ ആ ചോക്ലേറ്റ്സ് ഒക്കെ, അതായത് ക്യാൻഡീസാണ്, ജെല്ലി ക്യാൻഡീസാണ് അതിൻ്റെ അകത്ത്. അങ്ങനെ അതെല്ലാം താഴേക്ക് ഇട്ടിട്ട് ഈ ഒരു ക്യാപ്പ് ബർത്ത്ഡേ ബോയ് തലയിൽ വെച്ചുകൊണ്ട് ത്രൂ ഔട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ ഇതൊക്കെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം ഇതിനു മുന്നേ ഞാൻ അങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. എല്ലാവരും പല സ്ഥലങ്ങളിലുള്ളവരുണ്ടായിരുന്നു. തായ്ലൻഡ് ഉണ്ടായിരുന്നു, ഫിലിപ്പീൻസ് ഉണ്ടായിരുന്നു, സ്വിറ്റ്സർലൻഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻസ് ഉണ്ടായിരുന്നു. ഇതൊരു ഓസി ഫാമിലി അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്ത കേക്കാണ്. അങ്ങനത്തെ ഈ കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്ക് എല്ലാവർക്കും കൊടുത്തു. ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.